ഒന്ന് കേട്ടോളൂ. സൂറത്തു യാസീൻ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന 82 ആയത്തുകളുള്ള പവിത്രതയുള്ള സൂറത്തു യാസീൻ. ഫളായിലുകൾ ധാരാളമാണ്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓരോ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഏത് വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. എന്നാൽ ഖുർആനിന്റെ ഹൃദയം സൂറത്തു യാസീനാണ്. ഖൽബുൽ ഖുർആൻ, ഹൃദയത്തിന്റെ ഖൽബ്, ഖുർആനിന്റെ ഖൽബ് അത് സൂറത്തു യാസീനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഖൽബുൽ ഖുർആൻ, വഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാകുന്നത് സൂറത്തു യാസീനാണ്. ഒരു മനുഷ്യൻ ഇത് പാരായണം ചെയ്താൽ വമൻ ഖറഅ സൂറത്ത യാസീൻ, യാസീൻ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരൊറ്റ യാസീൻ കാരണമായി അവന്റെ ഇടയിലേക്ക് അല്ലാഹു എഴുതി വെച്ച് കൊടുക്കുന്നത് 10 തവണ സൂറത്ത്, 10 തവണ വിശുദ്ധമായ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു അവരുടെ ഇടയിൽ എഴുതി വെച്ച് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീൻ കതബല്ലാഹു ലഹു ബിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. 10 തവണ സൂറത്ത്, 10 തവണ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തതിന്റെ പ്രതിഫലമുണ്ടല്ലോ, ഒരൊറ്റ യാസീൻ കൊണ്ട് അല്ലാഹു അവനിക്ക് കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. അത് ഖൽബുൽ ഖുർആനാൻ, ഹൃദയത്തിന്റെ, അതായത് ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ. മറന്നു പോകരുത്. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ പറയുന്നു, മൻ ഖറഅ സ്വഹാബാ മൻ ഖറഅ സൂറത്ത യാസീൻ, യാസീൻ സൂറത്ത് ഒരു മനുഷ്യൻ പാരായണം ചെയ്തു, ഫീ ലൈലത്തിൻ, രാത്രിയിൽ അവൻ പാരായണം ചെയ്തു. എന്നിങ്ങനെയാണ് അവൻ ഓതുന്നത്, ഇബ്തിഗാ, അവൻ തന്നെ ആഗ്രഹിച്ചവനാ നിലക്ക് വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ടാ യാസീൻ ഓതിയത്. കാരണം വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണല്ലോ. ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഖുർആൻ മുഴുവനായി ഓതിയതിന്റെ സവാബുണ്ടാകുമല്ലോ. ആഖിറ ലോകത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് യാസീൻ ഓതി രാത്രിയിൽ ഓതിയതെങ്കിൽ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ആ രാത്രിയിൽ അവന്റെ മുൻകഴിഞ്ഞു പോയ സകല പാപങ്ങളെയും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പോരാ സഹാബ, അവന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും, സകല ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും.
വതദ്ഫഉൻ ഹബീബാൻ നബി തങ്ങൾ പറയുന്നു വതദ്ഫഉൻ സാഹിബിഹാ കുല്ലസൂ, എല്ലാ മോശത്തരത്തിൽ നിന്നും ആ യാസീൻ അവനെ തടഞ്ഞു നിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹറാമും ചെയ്യാൻ അവനെ കൊണ്ട് കഴിയില്ല, ഒരു ഹറാമും ചെയ്യാൻ കഴിയില്ല. പോരാത്തിരുന്നില്ല, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്നും നബി മുഹമ്മദ് മുസ്തഫ. സകല ആഗ്രഹങ്ങളും അല്ലാഹുവിനെ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. കടന്നുറങ്ങാൻ പോകുമ്പോ യാസീൻ സൂറത്ത് ഓതിയാൽ ആ രാത്രിയിൽ അവന്റെ പാപങ്ങൾ അല്ലാഹു കരിച്ചു കളയും. എല്ലാ മോശത്തലത്തിൽ നിന്നും അല്ലാഹു അവനെ തടഞ്ഞു നിർത്തും. അവന്റെ മുഴുവൻ ആവശ്യങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹ്. ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. രണ്ടാമത്തേത് എല്ലാ മോശത്തരത്തിൽ നിന്നും അല്ലാഹു അവനെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. ചിന്തകളൊക്കെ വരുന്നത് ആ സമയത്തിലാണ്. രാത്രി കടക്കാൻ നേരത്തല്ലേ നാളെ രാവിലെ ചെയ്യേണ്ടതൊക്കെ ചിന്തയിൽ ഓർമ്മ വരിക അല്ലേ ഫിറോസ് അല്ലേ? നാളെ എന്തൊക്കെയാ ചെയ്യേണ്ടത്? രാത്രി ആലിമോനൊക്കെ ബൈക്കുമ്പോൾ ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ വെറുതെ ഒരു ചിന്ത വരികയാണ്. ഹസീനോദി കടന്നോ ചെയ്യാൻ കഴിയൂല. നാളെ രാവിലെ എണീക്കട്ടെ, എണീച്ചതിന് ശേഷം ഒരു മോശത്തരത്തിലേക്ക് പോകാൻ ഈ യാസീൻ സമ്മതിക്കൂല, കഴിയില്ല, തടഞ്ഞു നിർത്തുന്ന. ആവശ്യങ്ങളൊക്കെ നിറവേറ്റുകയും ചെയ്യും. ആവശ്യങ്ങൾ മനസ്സിലൊക്കെ ഓരോ കാര്യങ്ങൾ ചിന്തയിലും. സ്വനെ മോളെ കല്യാണം നടക്കണം, ആവശ്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവായി ഓതുന്ന യാസീന്റെ ഫള് കാരണമായി അല്ലാഹു അത് നിറവേറ്റി കൊടുക്കും. ഒരു കടവും കള്ളിയും ഇല്ലാതെ. എത്ര പാവങ്ങളാണ് കടവും കള്ളിയില്ലാതെ മക്കളെ കെട്ടിച്ചു പോകണമെന്നറിയോ? എത്ര സാധുക്കൾ. അവർക്ക് ജീവിതത്തിൽ ഈ വിശുദ്ധമായ ഖുർആൻ യാസീൻ പാരായണം പതിവായി ചെയ്യുന്നവരായിരുന്നു. ഒരു ഉറുപ്പിൻ കടല്ലാതെ എനിക്കോർമ്മയുണ്ട്. ഒരു പച്ച പാവപ്പെട്ട ഒരു ഫഖീർ, സാധുവായൊരു കുടുംബം, ജോലിക്ക് പോകാൻ കഴിയൂല ഭർത്താവിന്. ആൺമക്കള് ചെറിയ ആൺമക്കളാണ്, മൂത്തത് പെൺകുട്ടിയാണ്. കല്യാണം നടക്കുകയാണ്. ഈ ഉമ്മയാണ് എല്ലാവരോടും കല്യാണം വിളിച്ചത്. കല്യാണമൊക്കെ കഴിഞ്ഞു നോക്കുമ്പോ പിന്നെയും പൈസ ബാക്കിയാ. 50,000 പിന്നെയും ബാക്കിയുണ്ടാവല്ലേ? ആലോചിച്ച് നോക്കിയാണ് പടച്ചോൻ കൊടുക്കണ ഒരു ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയാണ്, രാവിലെ എഴുന്നേറ്റാലും യാസീനോദണം. ഹബീബാൻ നബി തങ്ങൾ പറയുന്നു, അങ്ങനെയാ രാവിലെ പ്രഭാതത്തിനും അവൻ യാസീനോദിയാൽ വൈകുന്നേര സമയത്തിന്റെ ഉള്ളുവരെ, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരു പ്രയാസവും അവനിക്ക് അല്ലാഹു കൊടുത്തവനെ പരീക്ഷിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ ഒറ്റ പ്രയാസവും എനിക്കുണ്ടാവില്ല. നമ്മളെല്ലാ ദിവസവും യാസീൻ ഓതലുണ്ട. അൽഹംദുലില്ലാഹ്. നൂറെ ജമീറിൽ അദ്കാറു സബാഹ് തുടങ്ങുന്നതിന്റെ പ്രഭാത സമയത്തിൽ നമ്മൾ അദ്കാറു സബാഹിലേക്ക് കടക്കുന്നതിന്റെ മുമ്പായി യാസീൻ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടല്ലോ. യാസീൻ സൂറത്തിന് പാരായണം ചെയ്യണം. എന്നാൽ വൈകുന്നേര സമയം വരെ അവനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാ, നീ ഖബൂൽ ചെയ്യണം അല്ലാ. പോരാത്തിരുന്നില്ല. വമൻ ഖറഅ സൂറത്ത് യാസീൻ, ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ ഓതി എപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ രാത്രിയിൽ ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ ഓതിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു,
ആ മനുഷ്യനിക്ക് ആ സൂറത്തു യാസീൻ പ്രഭാത സമയത്തിലാകുമ്പോ അവന്റെ കണ്ണുകൊണ്ട് ചെയ്തു പോയ പാപങ്ങള്, ചെവി കൊണ്ട് ചെയ്തു പോയ പാപങ്ങള്, നാവ് കൊണ്ട് ചെയ്തു പോയ പാപങ്ങള്, കൈകാലുകളെ കൊണ്ടൊക്കെ വന്നുപോയ ദോഷങ്ങള് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.